Hello, welcome to AnoopTube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ടു ഡു ആപ്പ് നമുക്കൊരു കമാൻഡ് ലൈൻ ടു ഡു ആപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് ലിനക്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ടു ഡു ആപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടു ഡു ആപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് പൈത്തൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് നമ്മൾ കുറച്ച് ലിനക്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് കുറച്ച് പൈത്തൻ്റെ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പൈത്തനെ കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിൽ എൻ്റെ പൈത്തൻ്റെ സീരീസ് നോക്കുക. ഓക്കെ, അതിലുള്ള ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സിമ്പിളായിട്ടൊരു ആപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി, ടു ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി, ദെൻ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ആൻഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കൊടുത്തു. ഈ ഫോൾഡറിനകത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ todo.py എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. ഓക്കെ, todo.py എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ ഫയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്സ് ആയുള്ള കാര്യങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടു ഡു ആപ്പാണ്. ടു ഡു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടു ഡു ലിസ്റ്റ് നമ്മളിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം, നമുക്കതിനെ കാണാൻ പറ്റണം, നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം നമ്മൾ കമാൻഡ് ലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ആപ്പിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന രീതിയിൽ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടി ലൈൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സിംഗിൾ ഇൻവെർട്ടർ കോമയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകേണ്ടത്. ഓക്കെ, അതായത് ടു ഡു എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ടു ഡു ചെയ്തതിന് ശേഷം നമ്മളൊരു കമാൻഡ് കൊടുക്കാൻ പറ്റണം. അതിനുശേഷം അതിൻ്റെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ എന്താണോ കമാൻഡ് കൊടുക്കുന്നത് അതിൻ്റെ ആർഗ്യുമെൻറ്റിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് റിസൾട്ട് നമുക്ക് കിട്ടണം. ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ മെയിൻ നമ്മൾ കോൾ ചെയ്തു. അതിനുശേഷം ഞാൻ മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കി സിംപിളി പാസ് ചെയ്തു. ഓക്കെ, അതായത് നമ്മളിതൊരു ഡമ്മി ഫംഗ്ഷൻ എഴുതിയെന്ന് ഉദ്ദേശിച്ച് ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇത് നമ്മളെല്ലാം ഒരു കമാൻഡ് ലൈനായിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് GUI ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കമാൻഡ് ലൈനായിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ പേര് കൊടുത്തിട്ട് ശേഷം അതിനെ നമ്മൾ കമാൻഡ് പാസ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒരു കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പൈത്തണിൽ കമാൻഡ് ലൈൻസ് ആർഗ്യുമെൻറ്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ആയിട്ടൊരു ലൈബ്രറിയാണ് സിസ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി. അപ്പോൾ ഇമ്പോർട്ട് സിസ്. ഓക്കെ, സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ലൈബ്രറി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ todo.py. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് നമ്മൾ പൈത്തൺ 3 എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു todo.py. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡ് പാസ് ചെയ്യുക. ഓക്കെ, കമാൻഡ് പാസ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ കമാൻഡ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിൾ എഴുതി ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി. ഓക്കെ, ഈ ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കമാൻഡ് എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതാൻ കാരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പൈത്തൻ്റെ ഫയൽ നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈത്തൻ്റെ ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈത്തൻ്റെ പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിന് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിന് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ പൈത്തണിൽ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ argv എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റിലോട്ടായിരിക്കും അതിൻ്റെ എല്ലാ ആർഗ്യുമെൻറ്റ്സും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഫയലിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. അതിന് ശേഷം സെക്കൻഡ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് എന്താണോ അത് കൊടുത്തിട്ട് വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യണം if. ഓക്കെ, ലെങ്ത് ഓഫ് ദിസ് .argv ലെസ് ദാൻ 2 ആണെങ്കിൽ, ലെസ് ദാൻ 2 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും, ഒറ്റ ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതായത് നമ്മൾ പൈത്തൺ ഫയൽ വെറുതെ നമ്മൾ റൺ ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എറർ വരണം. കാരണം നമ്മളൊരു കമാൻഡും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോ ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, യൂസർക്ക് എഴുതി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഷോ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാക്കി മാറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഷോ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാക്കി മാറ്റി. ഓക്കെ, ഷോ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സിസ് ഡോട്ട് അല്ലെങ്കിൽ 1 എന്ന് കൊടുക്കുക. സിസ് ഓഫ് .exit എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളി ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം,
ഷോ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഷോ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഡെഫ് ഷോ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഓക്കെ, അതിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാനിതെല്ലാം കോപ്പി ചെയ്യണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റെറ്റ് ഈക്വൽ ടു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ റെറ്റ് എന്ന് പറഞ്ഞാൽ 3 ഇതിൽ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് റെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് ബേസിക് ആയിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക്. അപ്പോൾ ന്യൂ ടെർമിനൽ എടുക്കുക, Python 3 ആൻഡ് sudo.py എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിത് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ ഇൻപുട്ട് എന്തെങ്കിലും കൊടുത്തുമായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വരില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും കമാൻഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ല. നമ്മൾ വെറുതെ sudo.py എന്ന് വിളിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അത്രയും നമ്മൾ ചെയ്തു. അതിനുശേഷം നമുക്ക് കമാൻഡും കിട്ടണം, പിന്നെ അതിലോട്ട് വരുന്ന ആർഗ്യുമെൻറ്റ്സും കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റിൽ argv-യിലുള്ള ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഗ്രാമിൻ്റെ പേരായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക കമാൻഡായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ കമാൻഡ് ഈക്വൽ ടു ദിസ് ഡോട്ട് argv ഓഫ് 1 ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കമാൻഡ് നമുക്ക് കിട്ടിയില്ലേ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള വരുന്ന എല്ലാം എന്തായിരിക്കും, ആർഗ്യുമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആർഗ്സ് നേടി ആർഗ്സ് ഈക്വൽ ടു ദിസ് ഡോട്ട് argv ഓഫ് ബാക്കിയുള്ള എലമെൻറ്റ്സ്, അതായത് 1 മുതലുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതായത് ഫസ്റ്റത്തെ എലമെൻ്റ് അല്ലാതെ രണ്ടാമത്തെ എലമെൻറ്റ് മുതലുള്ള ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ. ഓക്കെ, സെക്കൻഡ് എലമെൻറ്റ് മുതലുള്ള നമ്മൾ എന്തൊക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം നമുക്ക് ആർഗ്സിലോട്ട് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഇതാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ കമാൻഡും ആർഗ്യുമെൻറ്റ്സും ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ആർഗ്യുമെൻറ്റ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെൽപ്പ് കിട്ടും. അതല്ല നമ്മൾ എന്തെങ്കിലും നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് കിട്ടും, പക്ഷേ ആർഗ്യുമെൻറ്റ് നമ്മളൊന്നും പാസ് ചെയ്തില്ല. ഇനി നമ്മൾ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ആർഗ്യുമെൻ്റ് കൂടി പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ, അപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ സ്പേസ് ഇട്ടിട്ട് വീണ്ടും ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു, അതെല്ലാം നമുക്ക് ആർഗ്യുമെൻറ്റ്സിനകത്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളി നമുക്ക് ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ഐഡിയ കിട്ടിയാലോ. ഇനി നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതായത് നമുക്ക് ഓരോ കമാൻഡ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുകയാണ് ഈഫ് കമാൻഡ് ഈക്വൽ ടു ഫസ്റ്റ് എന്താണ് നമുക്ക് കിട്ടുന്ന കമാൻഡ്, ആഡ് ആണ് അല്ലേ. ആഡ് ആണോ നോക്കി, ആഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അതല്ല എൽസിഫിന് എഴുതുന്നതിന് നമ്മൾ പൈത്തണിൽ എഴുതുന്ന എൽഇഫിന് എഴുതുക. അതിനുശേഷം കമാൻഡ് ഈക്വൽ ടു LS ആണ് വിചാരിക്കുക. LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് എല്ലാ ടാസ്കിനും നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇനി അതുമല്ല എൽഇഫ് കമാൻഡ് ഈക്വൽ ടു RM ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാണ് വേണ്ട, സ്പെസിഫിക് ടാസ്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ട. അപ്പോൾ റിമൂവ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇത്ര മതി. എൽസ് ആണെങ്കിൽ ഷോ ഹെൽപ്പ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഫംഗ്ഷൻസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫംഗ്ഷനാണ് ആഡ് ടാസ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡെഫ് ആഡ് ടാസ്ക് എന്ന ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടാസ്കിലോട്ട് നമുക്ക് കമാൻഡ് നമുക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആർഗ്യുമെൻറ്റ്സ് മാത്രം പാസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ആർഗ്സ് മാത്രം പാസ് ചെയ്യാം. ഓക്കെ, ആർഗ്സ് മൊത്തം പാസ് ചെയ്യണം. അപ്പോൾ ഈ ആഡ് ടാസ്കിനോട്ട് നമുക്ക് എന്ത് കിട്ടും, ആർഗ്സ് കിട്ടും. ആർഗ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർഗ്യുമെൻറ്റിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ബേസിക്കലി നമ്മൾ കൊടുക്കാൻ പോകുന്ന ടാസ്കിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക അല്ലേ. ഓക്കെ, ബാക്കിയുള്ളത് എല്ലാം എന്തായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് അഡീഷണൽ ഡീറ്റെയിൽസ് എന്തായിരിക്കും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ടാസ്കിൻ്റെ പേര് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബേസിക്കലി ഇതിനെ ഒരു ടാസ്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടാസ്കുകൾ മൊത്തം നമുക്ക് സ്റ്റോർ ചെയ്തിടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ടു ഡു ലിസ്റ്റ് ഈക്വൽ ടു ഒരു empty ആയിട്ട് ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി ഫസ്റ്റിനെ. അപ്പോൾ ടു ഡു ലിസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടാസ്കിനെ ആഡ് ചെയ്യണം. സിമ്പിളി എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആർക്സിൻ്റെ ലെങ്ത്ത് 0 ആണോ നോക്കണം. അതായത് ആർക്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ. അപ്പോൾ ഇഫ് ലെങ്ത് ഓഫ് ആർക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ ടാസ്ക് നെയിം ഒരിക്കലും empty ആവാൻ പാടില്ല എന്നുള്ളൊരു എറർ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ എറർ ടാസ്ക് നെയിം കനോട്ട് ബി empty നമ്മൾ എഴുതി കാണിക്കുക. അതിനുശേഷം സിമ്പിളി റിട്ടേൺ അടിക്കുക. ഓക്കെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ empty അല്ല, അത് ആർക്സിൻ്റെ താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് നെയിം എന്ന് പറഞ്ഞ സാധനം കിട്ടി. ടാസ്ക് നെയിം ഈക്വൽ ടു ആർക്സ് ഓഫ് 0. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ആർക്സ് നെയിം ടാസ്ക് നെയിം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈഫ് str ഓഫ് ടാസ്ക് നെയിം ഡോട്ട് സ്ട്രിപ്പ്. ഓക്കെ, ഡോട്ട് സ്ട്രിപ്പ് എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യും, empty
സ്ട്രിങ്ങുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ഓക്കെ, ആൻഡ് ഈക്വൽ ടു എം ടി സ്ട്രിങ് ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ടാസ്ക് നെയിം കനോട്ട് ബി എം ടി എന്ന് കൊടുത്തു. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നമുക്ക് ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ടു ഡു ലിസ്റ്റിലോട്ട് ഇതിനെ ആഡ് ചെയ്തു. ഓക്കെ, ടു ഡു ലിസ്റ്റ് ഡോട്ട് ആർക്സ് ഓഫ് ടാസ്ക് നെയിം നേരെ ആഡ് ചെയ്തു. ഓക്കെ, ടാസ്ക് നെയിം നമ്മൾ എന്ത് ചെയ്തു സിംപിളായിട്ട് അതിലായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആഡ് ടാസ്ക് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് സിംപിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ടു ഡുയിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു സിംപിളി അതിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ആ ടാസ്ക് നെയിം നമ്മൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനെ സിംപിളി എന്ത് ചെയ്തു മതി ടാസ്ക് ആഡഡ് എന്ന് പറഞ്ഞിട്ട് ടാസ്ക് നെയിം എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം വർക്കാവുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കത് സിംപിളി വർക്കാവുണ്ടോ നമുക്ക് ഫസ്റ്റ് നോക്കാം അല്ലേ. ഓക്കെ, അത് സേവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ആഡ് ബൈ കോഫി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ ബൈ കോഫിയാണ് ആൻഡ് ടാസ്ക് ആഡഡ് ബൈ കോഫി എന്ന് പറഞ്ഞൊരു ടാസ്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം, നമുക്ക് ബൈ കോഫി കഴിഞ്ഞിട്ട് നമുക്ക് സ്പേസ് ഇട്ട് എന്തെങ്കിലും കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റത്തെ എലമെൻറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റിലോട്ട് അപ്പൻഡിലോട്ട് നമ്മൾ ചെയ്യുന്ന ടാസ്ക് നെയിം മാത്രമല്ല മൊത്തമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ടാസ്ക് നെയിമിന് പകരം മൊത്തം ആർക്സിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പേസ് ഇടുക, അതിനുശേഷം ഡോട്ട് ജോയിൻ ഓഫ് ആർക്സ്. ഓക്കെ, ആർക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൊത്തം ഒരു സ്ട്രിങ് ആയിട്ട് ആർക്സിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും ടു ഡു ലിസ്റ്റിലോട്ട് അപ്പൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു മൊത്തമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ കൂടെ നോക്കുകയാണെങ്കിൽ ബൈ കോഫി എന്ന് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇത്രയും കൊടുത്തുവരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ലിസ്റ്റ് ചെയ്യണം അല്ലേ. ലിസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് വർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു സിംപ്ലി എഫ് ലിസ്റ്റ് ടാസ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അതിനുശേഷം ലിസ്റ്റ് ടാസ്കിനകത്തോട്ട് നമ്മൾ എന്താ സിംപിളി ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കറൻറ്റിലുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ അത് ലെങ്ത്ത് 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതി കാണിക്കണം നോ ടാസ്ക് വൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുക. അതിനുശേഷം സിംപിളി റിട്ടേൺ അടിക്കുക. ഓക്കെ, ഇനി അടുത്തത് ലിസ്റ്റിൻ്റെ അത് 0 അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു സിംപിളി ഇതിനെ പ്രിൻറ്റ് ടു ഡു ലിസ്റ്റ് അതിനുശേഷം അടുത്തൊരു ഫോർ ലൂപ്പ് നമ്മൾ ഈ ലിസ്റ്റിനെ നമ്മളൊന്ന് 1 2 3 എഴുതി കാണിച്ച് താഴത്തേക്ക് ഇങ്ങനെ എഴുതി കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലൂപ്പാണ് ഫോർ ലൂപ്പാണ്. എന്യൂമറേറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലൂപ്പാണ് ഫോർ ഐ കോമ ടാസ്ക് ഇൻ എന്യൂമറേറ്റ് എന്ന് എഴുതുക. എന്യൂമറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ലിസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എന്യൂമറേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ 1 ആണോ 2 സീക്വൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ടു ഡു ലിസ്റ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കതിനെ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാസ്ക് ഡോട്ട് സ്ട്രിപ്പ് എന്ന് കൊടുക്കാനുള്ള കാരണം അതിൻ്റെ സൈഡിലുള്ള വല്ല സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ടാസ്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ലിസ്റ്റ് ടാസ്ക് നമുക്ക് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിംപിളി ഇപ്പോൾ ലിസ്റ്റ് ടാസ്ക് ഓക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഓരോ തവണ നമ്മൾ റൺ ചെയ്യുമ്പോഴും ഇത് എന്ത് ചെയ്യും എം ടി ആയിക്കൊണ്ടിരിക്കില്ല, ലിസ്റ്റ് എം ടി ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ Python 3 ആഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, ടാസ്ക് ആഡ് എന്ന് എഴുതി കാണിച്ചു. പക്ഷേ Python 3 to-do.py ls എന്ന് എഴുതി കാണിച്ചാൽ കാണിക്കണം നോക്കിയാൽ ലിസ്റ്റ് ഒന്നും ടു ഡു ലിസ്റ്റ് ഒന്നും ഇല്ലാതാണ് അർത്ഥം പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ചെയ്തിട്ടില്ല, ഒരു ഡാറ്റാബേസിലോ അല്ലെങ്കിൽ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിലോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ടെക്സ്റ്റ് ഫയലിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, സിമ്പിളി ഒരു ഫയലിൻ്റെ പേര് നമ്മൾ ഉണ്ടാക്കണം ആദ്യം. ഓക്കെ, ഒരു ഫയൽ നെയിം ഉണ്ടാക്കുക, ഒരു ഗ്ലോബലായിട്ടൊരു ഫയൽ നെയിം നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ to-do.txt എന്നുള്ള ഒരു ഫയൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊരു ഒരു ഫയലിന് ഉണ്ടാക്കി. അതിന് ശേഷം നമുക്ക് എപ്പോഴാണോ നമ്മൾ ടാസ്കിലോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഫയലിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഫയലിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിത്ത് ഓപ്പൺ. ഓക്കെ, അതിനുശേഷം to-do ഫയൽ നെയിം എന്ന് കൊടുക്കുക. അതിനുശേഷം ആസ് ഫയൽ. ഓക്കെ, ഫയൽ എന്ന് കൊടുക്കുക. അതിനുശേഷം കോളൻ ഇടുക. ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പിലാണ് ഓപ്പൺ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നത്, റൈറ്റ് മോഡിലാണോ, അപ്പൻ മോഡിലാണോ, റീഡ് മോഡിലാണോ. അപ്പോൾ നമ്മളിവിടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നില്ലേ, ടാസ്ക് ഇങ്ങനെ ഓരോ തവണ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള മോഡിൽ നമ്മൾ റീഡ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പൻ മോഡിലാണ് ഇതിനെ റീഡ് ചെയ്യുന്നത്. അതിനുശേഷം ഫയൽ ഡോട്ട് റൈറ്റ് ഓഫ് എന്ത് റൈറ്റ് ചെയ്യണം, ഇത് മൊത്തം റൈറ്റ് ചെയ്യണം അല്ലേ, ഇത് മൊത്തം റൈറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ടു ഡു ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്തു. ഓക്കെ, അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. നമുക്കത് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്
ആഡ് ചെയ്തു. അതിനുശേഷം ലിസ്റ്റ് ടാസ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടു ഡു ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ എവിടെ നിന്ന് എടുക്കണം, ഫയലിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫയലുകൾ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ടു ഡു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. ലിസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവറി ടൈം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫയലിൽ നിന്ന് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലോഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതി, ലോഡ് ടാസ്ക് എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫയലിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ലോഡ് ടാസ്ക്. അപ്പോൾ ലോഡ് ടാസ്ക് നമുക്ക് ചെയ്യണതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഡോട്ട് ക്ലിയർ വിളിക്കുക. ടു ഡു ലിസ്റ്റുകൾ ക്ലിയർ ചെയ്തോട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്, കുഴപ്പമില്ല. ഓക്കെ. അതിനുശേഷം ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്തായിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ. ഫംഗ്ഷൻ നമ്മുടെ പൈത്തണിനകത്ത് എക്സെപ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ഫയൽ നോട്ട് ഫൗണ്ട് എറർ, അതാണ് വരാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ. അതിനുശേഷം നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംപിളി ഒന്നും ചെയ്യണ്ട, സിംപിളി നമ്മളിതിനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അത് നമുക്ക് സിസ്റ്റം അടിച്ചു പോകാൻ പാടില്ല, അത്രയുള്ളൂ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അതിനുശേഷം വിത്ത് ഓപ്പൺ ടു ഡു ലിസ്റ്റ് ടു ഡു ഫയൽ നെയിം കോമ വിത്ത് റീഡ് മോഡ് ആസ് ഫയൽ. അതിനുശേഷം ഫയൽ എഴുതി. അതിനുശേഷം ടാസ്ക് ഈക്വൽ ടു ഫയൽ ഡോട്ട് റീഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് മൊത്തം വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈൻസിനും എടുത്ത് ടാസ്ക്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റിലോട്ട് എടുത്ത് വയ്ക്കും. ഓക്കെ. അതിനുശേഷം ഈഫ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് കറക്റ്റായിട്ട്, അതായത് അതിൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അർത്ഥമുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപിളി അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ടാസ്ക് ഇൻ ടാസ്ക് ടു ഡു ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് ടാസ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ. സിംപിളി നമ്മൾ എന്ത് ചെയ്തു, ടു ഡു ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്തു. ഓക്കെ. സിമ്പിളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എൽസ് ആണെങ്കിൽ സിംപിളി പാസ് ചെയ്തുകൂടാ. ഓക്കെ. ഇത്ര ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ ലോഡ് ടാസ്ക് ആണ്. ഇപ്പോൾ ഇതിനെവിടെ നമുക്ക് ലോഡ് ചെയ്യുന്നതാണ് അർത്ഥം. ലോഡ് ടാസ്കിനപ്പുറത്ത് വിളിക്കുന്ന സമയത്ത് എവറി ടൈം ലിസ്റ്റ് ടാസ്ക് വിളിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ലോഡ് ടാസ്കിനെ ഫസ്റ്റ് വിളിക്കണം. ഓക്കെ. അതിനുശേഷം ടു ഡു ലിസ്റ്റിലോട്ട് അപ്പൻഡിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ലേ, അത് ആഡ് ടാസ്ക് നമ്മൾ ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ മെയിനിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് ടാസ്ക് വിളിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലോട്ട് ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ടു ഡു പൈത്തൺ 3 ടു ഡു ഡോട്ട് പൈ എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ടാസ്കും ഫൗണ്ട് അല്ല അല്ലേ. നമ്മൾ ആഡ് ബൈ കോഫി ഈ സംഭവം ആഡ് ചെയ്ത് വരിക. ഓക്കെ. അപ്പോൾ ടാസ്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നോക്കിയേക്കാം, കണ്ടോ, ടു ഡു ലിസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബൈ കോഫി നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്ന അത്രയും സാധനങ്ങൾ കിട്ടിയില്ലേ, 1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമ്മൾ വീണ്ടും ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. ബൈ കോഫി 2 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തു. അതിനുശേഷം എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലൈനിലോട്ട് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, റൈറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ഒരു സ്ലാഷ് എന്നോട് റൈറ്റ് ചെയ്യാം. ഓക്കെ. സ്ലാഷ് എന്നോട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും, നമുക്ക് അടുത്ത ലൈനിലോട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ടു ഡു ഡോട്ട് txt നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഡിലീറ്റ്, മൂവ് ടു ട്രാഷ്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെയ്യണം, ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തു. ബൈ കോഫി. ഓക്കെ. ആഡ് ചെയ്തു. അതിനുശേഷം ലിസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ കോഫി 2 ബൈ കോഫി എന്ന് പറഞ്ഞ സംഭവം 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ടാസ്ക് ആഡ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യാനും അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താ പറയുക എഡിറ്റ് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്.